ഹായ് എവരി വൺ, എൻ്റെ പേര് ഷിഹാബുദ്ദീൻ എന്നാണ്. 20ഓളം വർഷമായി എൻട്രൻസ് കോച്ചിങ് രംഗത്ത് ഉണ്ട്. ഇപ്പോൾ ഈ വർഷം മുതൽ നമ്മൾ ടീം സൈലത്തോടു കൂടെയാണ്. ഇപ്പോൾ നമുക്ക് എൻട്രൻസ് എഴുതുമ്പോൾ സ്വാഭാവികമായിട്ടൊരു സംശയം സാധാരണ വരാറുള്ളത് ആദ്യം ഫിസിക്സ് എഴുതണോ, കെമിസ്ട്രി എഴുതണോ, അതോ ബയോളജി എഴുതണോ എന്നുള്ളതാണ്. നിങ്ങൾ എഴുതുകയാണെങ്കിലും ഇപ്പോൾ ബയോളജി എഴുതുമ്പോൾ ടൈം ബൗണ്ടഡ് ആയിട്ട് 90 മിനിറ്റ്സ് എന്നുള്ളത് ആ ടൈം ബൗണ്ടഡിൽ എഴുതി തീർക്കാൻ പറ്റുമെങ്കിൽ ഫസ്റ്റ് അത് സ്റ്റാർട്ട് ചെയ്യാം, കുഴപ്പമില്ല. പക്ഷേ കഴിഞ്ഞ വർഷം 2022 ഓൾമോസ്റ്റ് പിള്ളേർക്ക് സംഭവിച്ചത് ബയോളജി വളരെ എളുപ്പമായിരിക്കും എന്ന് പറഞ്ഞ് ആദ്യം ബയോളജി ചെയ്യാൻ തുടങ്ങിയപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു എല്ലാം. ഈ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ പ്രത്യേകത ഇപ്പോൾ കൺഫ്യൂസിങ് ആണ്. അപ്പോൾ ഒത്തിരി സമയം പോയി 1 മണിക്കൂർ 90 മിനിറ്റ്സ് 120 മിനിറ്റ്സ് ആയി. അങ്ങനെ ഒത്തിരി സമയം ലാഗ് ചെയ്തുകൊണ്ട് ഫിസിക്സിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ചെയ്യാൻ പോലും പറ്റാതെ പോയി. അതുകൊണ്ട് ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് പറയുന്നത് ഏത് ടോപ്പിക്കും ഏതാണോ ചെയ്യുന്നത് അതെന്ത് ചെയ്യണം, ആദ്യം ടൈം ബൗണ്ടഡായിട്ട് ചെയ്യുക. ഇനി ഫിസിക്സ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിരിക്കും. ഇതുവരെ അങ്ങനെ ഒരു ട്രെൻഡ് നോക്കുമ്പോൾ 2-3 വർഷത്തെ ട്രെൻഡ് നോക്കുമ്പോൾ സിമ്പിളാണ്. ഓവർ ഹയർ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഒന്നും വരാനുള്ള സാധ്യതയില്ല. അപ്പോൾ കൺസെപ്റ്റ് NCERT പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ് വൃത്തിയായി നല്ല പെർഫെക്റ്റായിട്ട് പഠിക്കുക. അറിയുന്നത് 100% കോൺഫിഡൻ്റ് ആയത് മാത്രം എഴുതുക. റെസ്റ്റ് വിട്ടേക്കുക. നെഗറ്റീവ് മാർക്ക് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. നന്നായിട്ട് പഠിക്കുക. പ്രാർത്ഥനയോടെ ഓൾ ദി ബെസ്റ്റ്.